നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്തതല്ല ഈ യഥാർത്ഥ വിദ്യാഭ്യാസമെന്ന് മനസ്സിലാക്കൂ. ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കൂ. നിങ്ങൾ ആർജിച്ചെടുത്ത വിദ്യാഭ്യാസം ഒന്നും അല്ല വിദ്യാഭ്യാസം. ഇനിയെങ്കിലും മനസ്സിലാക്കൂ. യഥാർത്ഥ ജീവിതത്തിലേക്ക് വരൂ. അതായത് ഈ ലൈവിൽ ഒരുപാട് ഒരേ പേരുള്ള ധാരാളം ആളുകൾ ഉണ്ടാകുമെന്നും അതിൽ നിങ്ങൾ ഒരാള് അവിടെ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എനിക്കത് തിരിച്ചറിയാൻ കഴിയില്ല. നേരെ മറിച്ച് നിങ്ങൾ ഈ ഗൂഗിൾ പേയിൽ വന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങളെ അറിയുള്ളൂ എനിക്ക്. അല്ലാതെ നിങ്ങൾ ആരാണ് എന്താണെന്ന് ഞാനെങ്ങനെ അറിയാനാ? ഇപ്പൊ ഒരാള് നിഷ എന്ന് പറഞ്ഞ ഒരാള് പറയുന്നത് ഞാനുണ്ടത്. ആ നിഷ എന്ന് പറയുന്ന പേര് ഈ ഗൂഗിൾ പേയിൽ ഒരുപാടുണ്ട്. മഞ്ജു എന്നുള്ളത് ഒരുപാടുണ്ട്. ബിന്ദു എന്നുള്ളത് ഒരുപാടുണ്ട്. എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ നിലവിലുള്ള ഈ ആൾ ഏതാണെന്ന് എനിക്കറിയണമെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കി തരണമെങ്കിലും നേരെ ഗൂഗിൾ പേയിലേക്ക് വന്നാലേ അറിയുള്ളൂ. നിങ്ങൾ യഥാർത്ഥ വിദ്യാഭ്യാസം ഇനിയെങ്കിലും മനസ്സിലാക്കി. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ജീവിച്ചു പോകുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. നിങ്ങൾ പഠിച്ചു വെച്ചതൊന്നും വിദ്യാഭ്യാസമല്ല. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ നിമിഷം അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ജീവിച്ചു പോകുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. നിങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷവുമാണ് വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ പഠിച്ചു വെച്ചതൊന്നും വിദ്യാഭ്യാസമല്ല. പഠിച്ചു വെച്ചതൊന്നും തന്നെ വിദ്യാഭ്യാസമില്ല. അപ്പൊ ഇതിൽ വന്ന് പറയുക. ഇത്തിരി ഞാൻ എന്താ പറയാ, ഇത്തിരി ബോധപൂർവം, ഇത്തിരി യഥാർത്ഥ സങ്കല്പ ലോകത്തു നിന്നും മാറി യഥാർത്ഥ ജീവിതത്തിൽ. നിഷ ഞാനുണ്ടെന്ന് പറയുന്നു. ഓക്കെ, നിഷയുണ്ട്. ഇനി വേറെ ആരുണ്ട്? നിഷ മുരളീധരൻ. കണ്ടോ, ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അല്ലാതെ പഠിച്ചതൊന്നും വിദ്യാഭ്യാസമല്ല. ഇനി ആരുണ്ട്? നിഷ KV. അപ്പൊ നിഷ KVയോട് മാത്രം സംസാരിക്കാം. നിഷ KVക്ക് എത്ര പേരുണ്ട്? ഞാനുമായിട്ട് ചേർത്ത് ദാനധർമ്മം ചെയ്ത് കളിക്കുന്നവർ എത്ര പേരുണ്ട് മോളെ? പറയാം. മോളാണോ മോനാണോ? ആരായാലും ഞാൻ ചോദിക്കുന്ന എത്ര പേരായി? ഇപ്പൊ എത്ര പേരുണ്ട്? ഒന്ന് പറയണേ, നമുക്ക് ഇതുവഴി സംസാരിക്കാം.